ഹായ് എവരിവൺ, നമ്മൾ കഴിഞ്ഞ ദിവസം മൈക്രോ പ്രൊസസ്സർ ആൻഡ് എംബഡഡ് സിസ്റ്റം എന്ന് പറയുന്നതിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ 8085 ആർക്കിടെക്ചറിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. ഇനി അടുത്തത് ഇന്ന് നമുക്ക് എന്താ ഡിസ്കസ് ചെയ്യാനുള്ള നമുക്ക് സിലബസ് എടുത്ത് നോക്കി വെക്കാം. സെക്കൻഡ് ടോപ്പിക് എന്ന് പറയുന്നത് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്നുള്ള ഒരു ടോപ്പിക്കിനെ കുറിച്ചാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്താണ്, അതിൻ്റെ എക്സാമ്പിൾസ് എങ്ങനെയൊക്കെയാണെന്നുള്ള കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്ക് ആദ്യം ഇൻസ്ട്രക്ഷൻ സെറ്റിലേക്ക് പോവാം. അപ്പോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചിപ്പിനെ നമ്മൾ പഠിച്ച 8085 എന്ന് പറയുന്ന മൈക്രോ പ്രൊസസ്സറിനെ വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നിർദ്ദേശങ്ങൾ കൊടുക്കും. ആ കമാൻഡ്സിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ നമ്മൾ ആദ്യം നമുക്ക് വാചകങ്ങളൊക്കെ പറഞ്ഞു പഠിക്കണേ, ഒരു കാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് വാക്കുകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അക്ഷരമാല അറിയണം. നമ്മൾ മലയാളമാണ് പഠിക്കണമെന്നുണ്ടെങ്കിൽ മലയാളത്തിൽ വരുന്ന അക്ഷരമാലകൾ നമുക്ക് അറിയണം. അപ്പോൾ അതേപോലെ തന്നെ ഈ അക്ഷരങ്ങൾ കൂട്ടി വെച്ചിട്ടാണ് നമ്മൾ വാചകങ്ങൾ ഉണ്ടാക്കുക. അതേപോലെ ഈ 8085 എന്ന് പറയുന്ന മൈക്രോ പ്രൊസസ്സറിന് എന്ത് കാര്യമാണ് ചെയ്യാനുള്ളതെന്നുണ്ടെങ്കിൽ ആ ചെയ്യാനുള്ള കാര്യങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള വാക്കുകളെ കുറിച്ച് പഠിക്കണം. അതിനെയാണ് ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് വിളിക്കുക. ഇപ്പോൾ 255 ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ നമുക്ക് വരും. നമ്മൾ മെയിനായിട്ട് വരുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ നോക്കി വയ്ക്കാം. ബേസിക്കായിട്ട് വരുന്ന ഇൻസ്ട്രക്ഷൻ സെറ്റുകൾ മാത്രം നമുക്ക് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ശ്രദ്ധിച്ചതെന്ന് വെച്ചാൽ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയണം. ഒരു മൈക്രോ പ്രൊസസ്സറിൻ്റെ പ്രോസസ്സിങ് നടക്കണം എന്നുണ്ടെങ്കിൽ 3 ഇൻസ്ട്രക്ഷൻ സെറ്റാണ് വരിക, 3 സൈക്കിളാണ് ഉണ്ടാവുക. അതായത് ആദ്യം ഇൻസ്ട്രക്ഷൻ അതിന് ഫെച്ച് ചെയ്തെടുക്കണം, പിന്നെ അതിലെന്തെങ്കിലും മാറ്റം വരുത്താനോ കൺവേർട്ട് ചെയ്യാനോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീകോഡ് ചെയ്യും, അതിന് ശേഷമാണ് എക്സിക്യൂട്ട് ചെയ്യുക. അപ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ എടുത്തു കഴിഞ്ഞാൽ 3 സെക്ഷനായിട്ടാണ് മാക്സിമം 3 സെക്ഷനേ അതിൽ പോവുള്ളൂ. ആദ്യം ഫെച്ച് ചെയ്യും, പിന്നെ ഡീകോഡ് ചെയ്യാം. ചിലപ്പോൾ ഡീകോഡ് ചെയ്യാനില്ലാത്ത ഡാറ്റയാണ്, ഡയറക്റ്റ് ഡാറ്റയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സിക്യൂഷനിൽ പോകും. ഫെച്ചിങ് കഴിഞ്ഞ് എക്സിക്യൂഷനിലേക്ക് പോകും. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലാണ് നമ്മുടെ സാധാരണ ഒരു ഇൻസ്ട്രക്ഷൻ വർക്ക് ചെയ്യണത്. ഇനി നമുക്ക് അതിൻ്റെ ടൈമിംഗ് സൈക്കിൾ എന്ന് പറഞ്ഞിട്ട് വെറുതെ ബേസിക് ആയിട്ട് പറയാം, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് പിന്നീട് പറയാം. ടൈമിംഗ് എങ്ങനെയാണെന്ന് പറയാം. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ സൈക്കിൾ, ഒരു കാര്യം നമ്മളോട് ഇതിന് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വരുന്ന സമയത്തിന്, ഇപ്പോൾ സപ്പോസ് മൂവ് A, B എന്ന് പറയുന്ന ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളതെന്നുണ്ടെങ്കിൽ, അപ്പോൾ അതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മൂവ് A, B എന്നാണ് പറയണമെന്നുണ്ടെങ്കിൽ അത് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷനാണ്. അതായത് ആദ്യത്തെ പ്രാവശ്യം ഫെച്ച് ചെയ്യുക, പിന്നെ എക്സിക്യൂട്ട് ചെയ്യുക എന്നുള്ള ഒരു കാര്യം നമുക്കതിൽ ചെയ്യാനുള്ളൂ. അപ്പോൾ ആദ്യത്തെ കേസ് ആ ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ വേണ്ടി വരുന്ന മൊത്തം സമയത്തിനെയാണ് നമ്മൾ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് പറയുന്നത്. അപ്പോൾ ആ സൈക്കിളിന് തന്നെ, ഇൻസ്ട്രക്ഷൻ സൈക്കിളിൽ തന്നെ 2 സെക്ഷനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഫെച്ചിങ് ആൻഡ് എക്സിക്യൂട്ടിങ്. ഇതിൽ ഡീകോഡിങ് നടത്തണമെന്നില്ല, കാരണം ഒരു ഡാറ്റ എടുത്ത് കോപ്പി ചെയ്യാണ് നമ്മൾ ചെയ്യണത്. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഫെച്ച് ചെയ്യുക, എക്സിക്യൂട്ട് ചെയ്യാൻ മതി, ഡീകോഡിങ് വേണ്ടി വരുന്നില്ല. അപ്പോൾ ആ കേസിൽ ആദ്യത്തെ സെക്ഷൻ എന്ന് പറയുന്നത് ഫെച്ചിങ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് സമയം വേണം. ഫെച്ച് ചെയ്ത് ഡാറ്റ അതിൻ്റെ ഉള്ളിൽ നിന്ന് റീഡ് ചെയ്ത് എടുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സമയം വേണം. അതിന് കുറച്ച് സമയം എടുക്കുന്നത് ക്ലോക്ക് സൈക്കിളിലെ നമ്മൾ ക്ലോക്ക് കൊടുക്കും, കമ്പ്യൂട്ടറിന് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലോക്ക് കൊടുക്കും. അത് 3 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റലോ അല്ലെങ്കിൽ 6 മെഗാഹെർട്സിൻ്റെ ക്രിസ്റ്റലൊക്കെ കൊടുക്കും. അപ്പോൾ ആ സമയത്തിനനുസരിച്ചിട്ട് മൊത്തം ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണ്, മൊത്തം ഈ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 3 സെക്കൻഡാണ് വേണ്ടത് എന്ന് വിചാരിക്കാം. അപ്പോൾ നമ്മളിതിനെ 2 പാർട്ടായിട്ട് തരംതിരിക്കും. 1.5 സെക്കൻഡ് എന്നുള്ള രീതിയിൽ, അല്ലെങ്കിൽ 2 സെക്കൻഡ് 1 സെക്കൻഡ് എന്നുള്ള രീതിയിൽ. അങ്ങനെ തരംതിരിക്കുമ്പോൾ ആദ്യത്തെ 2 സെക്കൻഡ് സമയത്തും ഈ ഇൻസ്ട്രക്ഷൻ വേണ്ട സാധനങ്ങൾ ഫെച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. പിന്നത്തെ വരുന്ന 1 സെക്കൻഡിലാണ് എക്സിക്യൂഷൻ നടത്തുന്നത്. അപ്പോൾ അങ്ങനെ ഫെച്ചിങ്ങും എക്സിക്യൂഷനും കംപ്ലീറ്റഡ് ആയിട്ടാണ് നമുക്ക് ഇതിൽ നടത്താൻ പറ്റും, 2 സെക്ഷനായിട്ട്. അപ്പോൾ അതേപോലെ തന്നെ ഈ ഫെച്ചിങ്ങിനും എക്സിക്യൂഷനും നടത്തുന്ന ഓരോ സൈക്കിളിനും ഓരോ സമയം വേണം. ഇപ്പോൾ 1 സെക്കൻഡിനെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഡിവൈഡ് ചെയ്യാം. എങ്ങനെ 25 മില്ലി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഡിവൈഡ് ചെയ്ത് പോവാം. അപ്പോൾ അതേപോലെ ആ ഓരോ സെക്കൻഡിനും വീണ്ടും ഡിവൈഡ് ചെയ്യണതിനെ വിളിക്കുന്ന പേരാണ് T സൈക്കിൾസ് എന്ന് പറയും. അങ്ങനെ ഒരു ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തിനെയാണ് നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത്. ഒരു ഓപ്പറേഷൻ ഫെച്ചിങ് സൈക്കിൾ അല്ലെങ്കിൽ എക്സിക്യൂഷൻ സൈക്കിൾ, ഏതെങ്കിലും ഒരു ഓപ്പറേഷൻ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തിനെയാണ് മെഷീൻ സൈക്കിൾ എന്ന് പറയാം. അപ്പോൾ അത് ഏറ്റവും ബേസിക് ആയിട്ടുള്ള ടൈമിങ്ങിൻ്റെ പാർട്ടിനെ നമ്മൾ T സൈക്കിൾസ് വിളിക്കും. T1, T2, T3, T4, T5, T6, T7 എന്നുള്ള രീതിയിൽ പോവും. ഇനി ഒരു ഓപ്പറേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തിനെ നമ്മൾ മെഷീൻ സൈക്കിൾ എന്ന് വിളിക്കും. ആ മെഷീൻ സൈക്കിൾ എന്ന് പറയുന്നത് ഫെച്ചിങ് ആവാം, ഡീകോഡിങ് ആവാം, എക്സിക്യൂട്ടിങ് ആവാം. ഇനി ഈ ഫെച്ചിങ്ങും ഡീകോഡിങ്ങും എക്സിക്യൂട്ടിങ്ങും എല്ലാം കൂടി ചേർന്നിട്ട് ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വരുന്ന സമയത്തിനെ ഇൻസ്ട്രക്ഷൻ സൈക്കിൾ എന്ന് വിളിക്കും. അപ്പോൾ ഈ കാര്യങ്ങളൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. 3 സൈക്കിൾസുകൾ വരുന്നുണ്ട്, അതൊന്ന് നോട്ട് ചെയ്ത് വയ്ക്കുക. ഇനി നമുക്ക് ഇൻസ്ട്രക്ഷൻസിലേക്ക് പോവാം. ഓക്കെ,
ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇൻസ്ട്രക്ഷൻ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം തന്നെ അറിയേണ്ടത് മെയിനായിട്ട് നമ്മുടെ കാറ്റഗറി, നമ്മുടെ ഇൻസ്ട്രക്ഷൻസിൻ്റെ ഒരു മെയിൻ കാറ്റഗറി പറഞ്ഞാൽ നമ്മുടെ ഓരോ ഇൻസ്ട്രക്ഷനും പല സൈസാണ്. ഇപ്പോൾ നമ്മളൊരു കാര്യം തന്നെ ഇപ്പോൾ ചില വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ ചില വാക്കുകൾ നമുക്ക് സിമ്പിളായിട്ട്, ഇപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു പരീക്ഷ നടക്കുകയാണെന്ന് വെച്ചാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് കുറച്ച് ഇൻസ്ട്രക്ഷൻ എനിക്ക് തരാനുണ്ട്. അപ്പോൾ നിങ്ങൾ ഓക്കെ, വേറൊരു എക്സാമ്പിൾ എടുക്കാം. നിങ്ങളുടെ ക്ലാസ്സിൽ വന്നിട്ട് ഞാൻ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ ക്ലാസ്സിൽ ഒരു കുട്ടി ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എണീക്കിടാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളെ എണിപ്പിച്ച് തീർത്താൻ വെച്ചാൽ ഒറ്റ ഇൻസ്ട്രക്ഷനിൽ പരിപാടി തീർന്നു. അത് ഒരു ഒറ്റ വാക്കിൽ കഴിഞ്ഞു. ഇനി ചില സമയത്ത് അതും കുറച്ചും കൂടി ദേഷ്യമുള്ള സമയമൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേ പ്രോസസ്സ് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് രണ്ട് വാക്കായിട്ട് നിൽക്കാം. എനിക്ക് നിൽക്കണം, നീ എന്നിട്ട് ചെയ്യണമെന്നുള്ള രീതിയിൽ അങ്ങനെ എന്തെങ്കിലും കൂടി ചേർത്ത് വായിക്കാം. അപ്പോൾ അതേപോലെ തന്നെ 8085 കുറേ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അതിന് എത്ര വാക്കുകളുണ്ട് എന്നതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് ഒരു കാറ്റഗറി ഉണ്ട്. അങ്ങനത്തെ വാക്കുകൾ വെച്ചുള്ള കാറ്റഗറി അനുസരിച്ചിട്ട് നമ്മൾ ഇൻസ്ട്രക്ഷൻസിനെ 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് 8 ബിറ്റ് മാത്രമേ ആ ഇൻസ്ട്രക്ഷൻസിൽ ഉണ്ടാവുള്ളൂ. 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, അതായത് അതിൽ 16 ബിറ്റ് ഉണ്ടായിരിക്കും. 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് 24 ബിറ്റ് ഉണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെ ഓരോ നമ്മൾ കൊടുക്കുന്ന വാക്കിൻ്റെ കന അനുസരിച്ചിട്ട് കാറ്റഗറൈസ് ചെയ്യുന്നതാണ് ഫസ്റ്റ് കാറ്റഗറി എന്ന് പറയുന്നത്. 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ. അതിനൊരു എക്സാമ്പിളാണ് രജിസ്റ്ററിൽ നിന്ന് കോപ്പി ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൂവ് ബി കൊമ എ, അല്ലെങ്കിൽ ഏതെങ്കിലും രജിസ്റ്ററുകൾ തമ്മിലാണ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമുക്ക് ഡീകോഡിങ്ങോ മറ്റ് പ്രോസസ്സിങ്ങോ ഒന്നും വരുന്നില്ല. അത്തരത്തിൽ സിറ്റുവേഷൻസിൽ നമുക്ക് നേരിട്ട് ഒരു ഇൻസ്ട്രക്ഷനിൽ എൻ്റെ പരിപാടി തീർക്കാം. 8 ബൈറ്റ് മതി ആ കോഡ് വർക്ക് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്. ആ കോഡ് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടറിന് കൊടുക്കേണ്ട ഭാഷ എന്ന് പറയുന്നത് ഈ കോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള 4F എന്ന് പറഞ്ഞതാണ്. ഈ നമ്പറാണ് നമ്മൾ കമ്പ്യൂട്ടറിൽ അടിച്ചു കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ 4F എന്ന് പറയുന്ന നമ്പർ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി മൂവ് സി കൊമ എ ഈ രീതിയിലായിരിക്കും വർക്ക് ചെയ്യുക. അപ്പോൾ ഈ നമ്പർ വന്നു കഴിഞ്ഞാൽ ആ കമ്പ്യൂട്ടറിന് അറിയാം എന്നോട് പറഞ്ഞിട്ടുള്ളത് അക്യുമുലേറ്ററിലുള്ള ഡാറ്റ സി രജിസ്റ്ററിലേക്ക് മാറ്റാനാണ്. ഓക്കെ, അപ്പോൾ ഈ രജിസ്റ്ററിൻ്റെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ സിക്കും എക്കും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള നമ്പർ എന്ന് പറയുന്നത് ഒരൊറ്റ വാക്കാണ്, 8 ബിറ്റേ വരുന്നുള്ളൂ. ഇനി 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ്റെ കേസ് ആണെന്നുണ്ടെങ്കിൽ അത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ്റെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില ഇൻസ്ട്രക്ഷൻ, ഇപ്പോൾ രണ്ടാമതൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്, MVI, അത് ഇമ്മീഡിയറ്റ് ഡാറ്റേനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. മൂവ് എ കോമ ഡാറ്റ, ഇപ്പോൾ മൂവ് എ കോമ 45 എന്ന് പറഞ്ഞൊരു നമ്പറാണ് കൊടുക്കണമെന്ന് വെച്ചോ. നേരത്തെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ മൂവ് സി കോമ എ, ഇവിടെ രണ്ടും രജിസ്റ്റേഴ്സ് തമ്മിലാണ് ഡാറ്റ കൈകാര്യം ചെയ്യണത്. എ എന്നുള്ള ഇൻഫർമേഷൻ സിയിലേക്ക് മാറുക. നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്കാണ് മാറ്റങ്ങൾ സംഭവിക്കുക. എയിൽ നിന്നുള്ള ഇൻഫർമേഷൻ സിയിലേക്ക് മാറുന്നതിനെയാണ് നമ്മൾ ഈ പരിപാടിയിൽ ഉദ്ദേശിക്കുന്നത്. അതേപോലെ തന്നെ ഇവിടുത്തെ കേസിൽ MVI എ കോമ ഡാറ്റ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൈറ്റ് സൈഡിലുള്ള ഡാറ്റ അക്യുമുലേറ്ററിലേക്ക് മൂവ് ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഡാറ്റ കണ്ടെത്തണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുള്ള അഡ്രസ്സ് അറിയണം. അതിനുശേഷം അവിടെ നിന്ന് ഡാറ്റ ആക്സസ് ചെയ്യണം. അപ്പോൾ കുറേ പണിയുണ്ട്. രജിസ്റ്റേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഒരു സ്ഥലത്തുള്ള ഇൻഫർമേഷൻ നേരിട്ട് പെട്ടെന്ന് രജിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടറിൻ്റെ ഉള്ളിൽ തന്നെ വരുന്ന സാധനങ്ങളാണ്. അപ്പോൾ ഒരു സ്ഥലത്തുള്ള ഇൻഫർമേഷൻ വേറെ സ്ഥലത്തേക്ക് മാറാൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. പക്ഷേ മെമ്മറിയിലുള്ള ഇൻഫർമേഷൻ രജിസ്റ്ററിലേക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി സൈസ് എടുക്കും. അപ്പോൾ ആ കാര്യം പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് എന്ന് പറയുന്നത് കുറച്ചും കൂടി വലുതാവും. അപ്പോൾ ഈ ഇൻസ്ട്രക്ഷന് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 8 ബിറ്റ് എന്ന് പറയുന്നത് ഏതാണ് രജിസ്റ്റർ, ഏതാണ് ഡാറ്റ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ളത് പറയാൻ വേണ്ടിയിട്ടുള്ളതാണ്. പിന്നത്തെ 8 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ഡാറ്റയാണ് കൊടുക്കണമെന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ. അപ്പോൾ അതായത് ഈ ഇൻസ്ട്രക്ഷനെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ MVI എ കോമ ഡാറ്റ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ MVI A, അതായത് മൂവ് ചെയ്യേണ്ടത് അക്യുമുലേറ്ററിലേക്കാണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന മെഷീൻ കോഡ് എന്ന് പറയുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഭാഷ എന്ന് പറയുന്നത് 00111110. അതിൻ്റെ ഹെക്സ് കോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഡിജിറ്റൽ ഇലക്ട്രോണിക്സ് പഠിച്ചിട്ടുണ്ടാവും, 3E ആണ്. ഇനി ഇതിൻ്റെ അകത്തേക്ക് 45 വരണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റയും കൂടി എക്സ്ട്രാ ആയിട്ട് വരും. അപ്പോൾ മെഷീൻ കോഡ് വേറെ വരും, ഈ ഇൻസ്ട്രക്ഷന് വേണ്ടി വരുന്നൊരു കോഡും വരും, അതിൻ്റെ ഡാറ്റ വേറെയും വരും. അപ്പോൾ അങ്ങനെ രണ്ടും കൂടി കൂട്ടി കഴിഞ്ഞാൽ ഇതെന്തായി 8 ബിറ്റ് ഡാറ്റ, ഇത് 8 ബിറ്റ്, ഇത് 8 ബിറ്റ്, ഡാറ്റ 8 ബിറ്റ്, മൊത്തത്തിൽ 16 ബിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ബൈറ്റായി. അപ്പോൾ ഇൻസ്ട്രക്ഷൻ്റെ സൈസ് കുറച്ച് കൂടി. ഇതേപോലെ തന്നെ വേറെ ചില ഇൻസ്ട്രക്ഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആവും. അതായത് ജമ്പ് ഇൻസ്ട്രക്ഷനൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ ജമ്പ് 2085 എന്നുള്ള രീതിയിലൊക്കെയാണ് വരണമെന്നുണ്ടെങ്കിൽ ആദ്യത്തെ ജമ്പ് ചെയ്യാനുള്ള കാര്യം എന്ന് പറയുന്നത് ഇവിടെ പറഞ്ഞു കൊടുക്കും. അതിനുശേഷം ഈ 20യും 85ഉം അത് 16 ഇതൊരു അഡ്രസ്സാണ്. ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പെർട്ടിക്കുലർ ലൊക്കേഷനിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ ജമ്പ് എന്ന് പറയുന്ന ഇൻഫർമേഷൻ ആണെന്നുള്ള കാര്യം പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഭാഷ 11000011. അതിനെ നമ്മൾ ഹെക്സിൽ C3 എന്ന് വിളിക്കും. ഇനി അതിനുശേഷം നിങ്ങളിവിടെ എന്ത് അഡ്രസ്സാണ് കൊടുക്കണേ, ഏത് അഡ്രസ്സിലേക്ക് എവിടേക്കാണ് ജമ്പ് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ നമ്പറും കൂടി അടുത്തത് ബൈറ്റായിട്ട് വരും.
അപ്പോൾ ഇവിടുത്തെ ഗേറ്റിൽ 85 ആണെന്നുണ്ടെങ്കിൽ 2085 ആണെന്നുണ്ടെങ്കിൽ 85 ആദ്യം പിന്നെ 20 വരും. 8ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 1000, 5ൻ്റെ ബൈനറി എന്ന് പറയുന്നത് 0101. അപ്പോൾ അത് വന്നു. അത് കഴിഞ്ഞ് 20ക്ക് വേണ്ടി കറസ്പോണ്ട് ആയിട്ട് 0010 0000. അപ്പോൾ ഇത് മൊത്തം നോക്കുകയാണെങ്കിൽ 8, 16, 24 അങ്ങനെ മൊത്തം ചില ഇൻസ്ട്രക്ഷൻസിന് 24 ബിറ്റുകൾ വരെ ഉപയോഗിക്കാം. അതായത് 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ മെയിൻ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ബൈറ്റ്, 2 ബൈറ്റ്, 3 ബൈറ്റ് ഇൻസ്ട്രക്ഷൻസ് എന്നുള്ള രീതിയിലാണ് നമുക്ക് മെയിൻ കാറ്റഗറി പറയാൻ പറ്റാവുന്നത്. ഓക്കെ, ഇനി വേറെ കാറ്റഗറി ഉണ്ട്. ഓരോ ഇൻസ്ട്രക്ഷൻ്റെ ഫംഗ്ഷൻ അനുസരിച്ചിട്ട് നമ്മൾ ഇനി അതിനെ വീണ്ടും കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് അതിൻ്റെ ഉള്ളിൽ നടക്കണതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസിൻ്റെ കാറ്റഗറി എന്ന് വിളിക്കുന്ന പേരാണ് കാറ്റഗറികളാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ, അരിതമാറ്റിക്കൽ ഇൻസ്ട്രക്ഷൻ, ലോജിക്കൽ ഇൻസ്ട്രക്ഷൻസ്, ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻസ്, മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. നമ്മൾ ഓപ്പറേഷൻസ് എന്നാണ് കൊടുത്തിട്ടുള്ളത്, എങ്ങനെ പറഞ്ഞാലും കുഴപ്പമില്ല. ഡാറ്റ ട്രാൻസ്ഫർ ഓപ്പറേഷൻസോ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസോ കൊടുത്താലും കുഴപ്പമില്ല. അതേപോലെ തന്നെ അരിതമാറ്റിക് ഓപ്പറേഷൻസിന് പകരം അരിതമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് കൊടുത്താലും കുഴപ്പമില്ല. ഇതൊക്കെ ഓരോ കാറ്റഗറിയാണ്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസിൻ്റെ അകത്ത് ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യുന്ന ഇൻഫർമേഷൻസ്, അതിനൊക്കെ ഏതൊക്കെ ഇൻസ്ട്രക്ഷൻസ് ആണ് ഉപയോഗിക്കുക അതിൻ്റെ കാറ്റഗറിയാണ് വരിക. അരിതമാറ്റിക് ഇൻസ്ട്രക്ഷൻസിൻ്റെ കേസിൽ അഡീഷൻ, സബ്സ്ട്രാക്ഷൻ, അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻ. ലോജിക്കൽ ഇൻസ്ട്രക്ഷൻ്റെ കേസിൽ ആൻഡ്, ഓർ, എക്സോർ എന്നുള്ള ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ്. ബ്രാഞ്ചിങ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ജമ്പ് വെച്ചിട്ടുള്ളത്. പിന്നെ മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്, അത് മെഷീൻ്റെ ഓപ്പറേഷൻസ് കൺട്രോൾ ചെയ്യാനുള്ളത്. അപ്പോൾ നമുക്കിത് ഒക്കെ എങ്ങനെയാണ് നോക്കണം, എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഇതിനുള്ളിൽ തന്നെ 2 പാർട്ട് പറയുന്നുണ്ട്. ഈ ഇൻസ്ട്രക്ഷൻ്റെ ഉള്ളിൽ 2 പാർട്ട് വരും. ഒന്ന് ആദ്യത്തെ പാർട്ടിനെ വിളിക്കുന്നത് ഓപ്പ് കോഡാണ്. അതായത് നമ്മൾ ഇവിടെ പറഞ്ഞതിൽ നമ്മൾ നേരത്തെ കാണിച്ച ഇൻസ്ട്രക്ഷനിൽ തന്നെ ഈ ജമ്പ് എന്ന് പറയുന്നിട്ടുള്ള സാധനം ഓപ്പ് കോഡാണ്. അതിൽ എന്താണ് ഓപ്പറേറ്റ് ചെയ്യേണ്ടത് അതിനെയാണ് ഓപ്പറാൻഡ് എന്ന് വിളിക്കുക. നമ്മളിവിടെ 2 സെക്ഷനായിട്ട് തിരിച്ചിട്ടുണ്ട്. ഒന്ന് ഓപ്പ് കോഡും ഒന്ന് ഓപ്പറാൻഡാണ്. എന്താണ് കമ്പ്യൂട്ടറിന് എന്താ ചെയ്യേണ്ടതെന്ന് മനസ്സിലാവേണ്ടത്, ജമ്പ് ചെയ്യാനാണെന്ന് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒരു കോഡ് ജനറേറ്റ് ചെയ്യും. അതിനുശേഷം എന്താണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബേസിക്കായിട്ട് വേറെ കോഡ് ജനറേറ്റ് ചെയ്യും. അപ്പോൾ ഡാറ്റ ഏതാണ് പ്രോസസ്സ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ബേസ് ചെയ്ത് ജനറേറ്റ് ചെയ്യുന്ന കോഡിനെ ഓപ്പറാൻഡ് എന്ന് വിളിക്കും. ഏത് പ്രോസസ്സാണ് ചെയ്യേണ്ടത് എന്നുള്ളത്, എന്ത് ജമ്പിങ് ആണോ, അഡീഷൻ ആണോ, സബ്സ്ട്രാക്ഷൻ ആണോ, മൾട്ടിപ്ലിക്കേഷൻ ആണോ, ആ 2 ഇംഗ്ലീഷ് ലെറ്ററിൽ വരുന്ന ആ കോഡിനെ മെൻഷൻ ചെയ്തിട്ട് വരുന്ന കോഡാണ് ഓപ്പ് കോഡ് എന്ന് പറയുന്നത്. അതിൽ ഏത് ഡാറ്റയാണ് അത് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ അതിനെ വിളിക്കുന്നതാണ് ഓപ്പറാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ താഴ്ത്ത് പറഞ്ഞിട്ടുള്ളത്. ഈച്ച് ഇൻസ്ട്രക്ഷൻ ഹാസ് 2 പാർട്സ്. വൺ ഈസ് ദ ടാസ്ക് ടു ബി പെർഫോം വിച്ച് ഈസ് കോൾഡ് ഓപ്പറേഷൻ കോഡ് അല്ലെങ്കിൽ ഓപ്പ് കോഡ്. ദ സെക്കൻഡ് ഈസ് ഡാറ്റ ടു ബി പെർഫോം വിച്ച് ഈസ് കോൾഡ് ഓപ്പറാൻഡ്. അത് 8 ബിറ്റ് ആവാം, 16 ബിറ്റ് ആവാം, അഡ്രസ്സ് ആവാം, മെമ്മറി ആവാം, എങ്ങനെ വേണമെങ്കിൽ മാറ്റങ്ങൾ വരാം. ഓക്കെ, ഇനി നമുക്ക് ഓരോ ഡീറ്റെയിലിലേക്ക് പോവാം. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻസ്. ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ പേരിൽ തന്നെയുണ്ട്, വേറെ ഒന്നും പറയേണ്ടതില്ല. ഒരു മെമ്മറിയിൽ നിന്നോ ഒരു ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസിൽ നിന്നോ ഒരു ലൊക്കേഷനിൽ നിന്ന് വേറൊരു ലൊക്കേഷനിലേക്ക് ഇൻഫർമേഷൻ മാറ്റുന്നതിന് ഉപയോഗിക്കുന്ന വാക്കുകളെ വിളിക്കുന്ന, അത്തരത്തിന് ഉപയോഗിക്കുന്ന കമാൻഡുകളെ വിളിക്കുന്ന പേരാണ് ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷൻ. മെയിൻലി മൂവ് എന്ന് പറയുന്ന ഇൻസ്ട്രക്ഷനാണ് ഉപയോഗിക്കുക. മൂവ് RD, RS. ഇവിടെ R എന്ന് ഉപയോഗിക്കുന്ന സ്ഥലത്തൊക്കെ ഏത് രജിസ്റ്റർ, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് വേണമെങ്കിലും വരാം. A വരാം, B വരാം, C വരാം, D വരാം, E വരാം, H വരാം, L വരാം. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് രജിസ്റ്റേഴ്സ് തമ്മിലുള്ള മാറ്റമായതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത് 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ RD എന്ന് ഇൻഡിക്കേറ്റ് ചെയ്യണത് ഇവിടെ വരേണ്ടത് ഒന്നെങ്കിൽ B, ഇപ്പം എക്സാമ്പിളായിട്ട് മൂവ് B, C എന്നാണെന്നുണ്ടെങ്കിൽ C എന്ന് പറയുന്നതാണ് സോഴ്സ്. അപ്പോൾ സിയിലുള്ള ഡാറ്റ ഡിയിലേക്ക് മാറും. ഒന്നുകൂടി പറയാം, മൂവ് C, D എന്നാണ് വന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ മൂവ് C, D എന്നാണ് കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ D ഇപ്പുറത്താണ് വരുന്നത്. അപ്പോൾ D ആണ് സോഴ്സ്, C ആണ് ഡെസ്റ്റിനേഷൻ. അപ്പോൾ സോഴ്സിനും ഡെസ്റ്റിനേഷനും ഇൻഡിക്കേറ്റ് ചെയ്യാനാണ് Dയും Sഉം കൊടുത്തിട്ടുള്ളത്. റൈറ്റ് സൈഡിലുള്ള ഡാറ്റ ലെഫ്റ്റ് സൈഡിലേക്ക് മാറും. ഓക്കെ, അടുത്തത് വേറൊരു കോഡാണ്. നമ്മൾ ഡാറ്റ മാറ്റാൻ തന്നെ ഇമ്മീഡിയറ്റ് ആയിട്ട് മെമ്മറിയിലിരിക്കുന്ന ഡാറ്റ, നമ്മളിത് പ്രോസസ്സറിൻ്റെ ഉള്ളിലുള്ള ഡാറ്റ തന്നെ അങ്ങോട്ട് മാറ്റാനാണ് ഉപയോഗിക്കുക. ആദ്യത്തെ ഇൻസ്ട്രക്ഷൻ മൂവ് RD, RS എന്നുള്ളത്. ഇനി മെമ്മറിയിലുള്ള ഇൻഫർമേഷനാണ് മാറ്റണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ സൈസ് കൂടും, 2 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആവും. മൂവ് R, ആ ഡാറ്റ ഏത് നമ്പറാണ് മാറ്റാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ R എന്ന് പറയുന്നിടത്ത് രജിസ്റ്ററാണ് വരിക. ഇവിടെ ഏത് നമ്പറാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂവ് A, 45 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ, അല്ല MVI A, 45 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ 45 എന്ന് പറയുന്ന ഇൻഫർമേഷൻ A എന്ന് പറയുന്ന അക്യുമുലേറ്റർ രജിസ്റ്ററിലേക്ക് മൂവ് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഔട്ട് എന്ന് പറയുന്ന ഒരു
കമാൻഡ് ഉപയോഗിക്കും. അതിനുശേഷം ഏത് ഡിവൈസിലേക്കാണ് ഔട്ട് ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ആ മെമ്മറി അഡ്രസ്സ് കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഈ അക്യുമുലേറ്ററിലുള്ള ഡീഫോൾട്ടായിട്ട് അക്യുമുലേറ്ററിൽ എന്താണുള്ളത് ആ ഇൻഫർമേഷൻ ഇവിടെ പറഞ്ഞിട്ടുള്ള അഡ്രസ് ലൊക്കേഷനിലേക്ക് ഔട്ട്പുട്ട് ഡിവൈസിലേക്ക് അയച്ചു കൊടുക്കും. അതേപോലെ തന്നെ ഇൻ എന്ന് പറയുന്ന ലൊക്കേഷനാണ് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ഏതാണ് അഡ്രസ്, ഇവിടെ ഒരു അഡ്രസ് ലൊക്കേഷൻ കൊടുക്കും. ഇൻ 4000 എന്നാണ് കൊടുക്കുന്നുണ്ടെങ്കിൽ ആ 4000 എന്ന് പറയുന്ന അഡ്രസ് ലൊക്കേഷനിൽ എന്തെങ്കിലും ഒരു ഇൻഫർമേഷൻ വരുന്നുണ്ടെങ്കിൽ ആ ഇൻഫർമേഷൻ എടുത്ത് അക്യുമുലേറ്ററിലേക്ക് മാറ്റും. അതിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ് ഇന്ന്. അപ്പോൾ ഇത് ഇന്നും ഔട്ട് എന്ന് പറയുന്നത് ഇൻപുട്ട് ഔട്ട്പുട്ട് ഡിവൈസുകളിൽ കോൺഫിഗർ ചെയ്യാനാണ് കൂടുതൽ ഉപയോഗിക്കുക. IO മാപ്പിംഗ് ഉപയോഗിച്ചിട്ടുള്ള ഓപ്പറേഷനാണ് ഉപയോഗിക്കുക. ഇനി അടുത്തത് വരുന്നത് ഹോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ സ്റ്റോപ്പ്, അവിടെ പ്രോസസ്സർ എക്സിക്യൂട്ട് ചെയ്യുന്നത് വെറുതെ വെയിറ്റ് സ്റ്റേറ്റിൽ നിർത്താൻ വേണ്ടിയിട്ടുള്ളതാണ്, ഒന്നും ചെയ്യേണ്ട, അത് വേണ്ടിയിട്ടുള്ളതാണ്. പ്രോസസ്സർ സ്റ്റോപ്സ് എക്സിക്യൂട്ടിംഗ് ആൻഡ് എൻഡേഴ്സ് വെയിറ്റ് സ്റ്റേറ്റ്. അതേപോലെ നോ ഓപ്പറേഷനും ഇതേപോലെ തന്നെ ഒന്നും ചെയ്യില്ല, വെയിറ്റ് സ്റ്റേറ്റിൽ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ഓപ്പറേഷനാണ്. അപ്പോൾ ഡാറ്റ ട്രാൻസ്ഫർ ഇൻസ്ട്രക്ഷനിൽ 4 കാറ്റഗറി വരുന്നുണ്ട്: മൂവ്, MVI, ഇന്ന്, ഔട്ട്, HLT, NOP. ഇതിലെല്ലാ ഇൻസ്ട്രക്ഷനും നിങ്ങൾ പഠിക്കണമെന്നില്ല. എസ് ആയിട്ടാണ് ചോദിക്കണമെന്നുണ്ടെങ്കിൽ 1-2 എക്സാമ്പിളായിട്ട് പഠിച്ചു വെച്ചാൽ മതി. 2 കറക്റ്റായിട്ട് എഴുതാൻ പഠിച്ചു വയ്ക്കുക. ഓക്കെ, അടുത്ത കാറ്റഗറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അരിതമാറ്റിക് ഇൻസ്ട്രക്ഷൻസ് ആണ്, അരിതമാറ്റിക് ഓപ്പറേഷൻസ് ആണ്. അരിതമാറ്റിക് ഓപ്പറേഷൻ നമുക്കറിയാം അഡീഷൻ, സബ്സ്ട്രാക്ഷൻ എന്ന് മെയിനായിട്ട് വരുന്നത്. മൾട്ടിപ്ലിക്കേഷനും ഡിവിഷനും ഇതിൻ്റെ ഉള്ളിൽ പോസിബിൾ അല്ല. അതുകൊണ്ട് നമുക്ക് അഡീഷനും സബ്സ്ട്രാക്ഷൻ ആണ് ഇതിൻ്റെ അകത്ത് വരിക. അപ്പോൾ അഡീഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നത് ആഡ്, ആഡ് സ്പേസ് ആർ എന്ന് കൊടുത്തു കഴിഞ്ഞാൽ അതൊരു 1 ബൈറ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഒരു രജിസ്റ്ററിൻ്റെ പേര് മാത്രമേ കൊടുത്തുള്ളൂ. ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചാൽ ആഡ് സ്പേസ് ബി എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ ഡീഫോൾട്ടായിട്ട് അക്യുമുലേറ്റർ ആയിട്ടാണ് ആഡ് ചെയ്യുക. ആഡ് സ്പേസ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ A+B അക്യുമുലേറ്റർ +B, എന്നിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യും. ആഡ് ദി കണ്ടൻസ് ഓഫ് ആർ രജിസ്റ്റർ ടു ദി കണ്ടൻസ് ഓഫ് അക്യുമുലേറ്റർ, അതാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി അതേപോലെ അതിൽ വ്യത്യാസമായിട്ട് ADI, 8 ബിറ്റ്. ഈ I വന്നു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ നമ്മൾ നേരത്തെ മൂവ് കഴിഞ്ഞിട്ട് MVI വന്നു. അപ്പോൾ അതേപോലെ തന്നെ I വന്നു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡാറ്റ ഓപ്പറേഷന് വേണ്ടിയിട്ടുള്ളതാണ്. ഇപ്പോൾ I വന്ന് ADI, 8 ബിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ നേരിട്ട് ഡാറ്റ സ്പെസിഫൈ ചെയ്യാണ്. ഏതാണ് നമുക്ക് ആഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഡാറ്റ ഇവിടെ സ്പെസിഫൈ ചെയ്യും. ആ സ്പെസിഫൈ ചെയ്യുന്ന ഡാറ്റ അക്യുമുലേറ്റർ ആയിട്ട് ആഡ് ചെയ്യും. എപ്പോഴും ഓപ്പറേഷൻസ് ഒക്കെ നടക്കുക അക്യുമുലേറ്റർ ആയിട്ടാണ്. അത് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, ആർക്കിടെക്ചർ പറഞ്ഞ സമയത്ത് എപ്പോഴും അത് അക്യുമുലേറ്ററിനെ വെച്ചിട്ടാണ് ഓപ്പറേഷൻ നടത്തുക. നെക്സ്റ്റ് വൺ സബ്സ്ട്രാക്ട് ആർ, SUBR. സബ്സ്ട്രാക്ട് ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ രജിസ്റ്ററാണ് കൊടുത്തിട്ടുള്ളത്. SUBR എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഏതെങ്കിലും ഒരു രജിസ്റ്റർ കൊടുക്കും. SUBB എന്നാണ് കൊടുത്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ അക്യുമുലേറ്ററിലുള്ള ഡാറ്റ B രജിസ്റ്ററായിട്ട് സബ്സ്ട്രാക്ട് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ തന്നെ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ആഡ് പറഞ്ഞ പോലെ തന്നെ ഇത് ഇമ്മീഡിയറ്റ് ആയിട്ട് ഡാറ്റ ചെയ്യണമെന്നുണ്ടെങ്കിൽ SBI ഒരു നമ്പർ കൊടുക്കും. 45 എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ അക്യുമുലേറ്ററിലുള്ള ഡാറ്റ മൈനസ് നമ്മളിവിടെ കൊടുക്കുന്ന ഡാറ്റ. അപ്പോൾ ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ SBI എന്ന് വരും, അവസാനത്തെ I ആവും. അല്ലാന്നുണ്ടെങ്കിൽ സാധാ കോഡ് ആഡിന് ആഡ്, സബ്സ്ട്രാക്ഷന് SUB. ഓക്കെ, നെക്സ്റ്റ് വൺ ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ്. ഇൻക്രിമെൻറ്റ് ആൻഡ് ഡിക്രിമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻക്രിമെൻറ്റും ഡിക്രിമെൻറ്റും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ നേരിട്ട് രജിസ്റ്ററിൻ്റെ പേരാണ് കൊടുക്കുക. ഇൻക്രിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ INR സ്പേസ് A ആണോ A, അല്ലെങ്കിൽ B ആണോ B, ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുകൂടെ കൊടുക്കും. അതേപോലെ തന്നെ ഡിക്രിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DCR സ്പേസ് ഇവിടെ ഏതാണ് രജിസ്റ്റർ, A ആണെങ്കിൽ A, B ആണെങ്കിൽ B, C ആണെങ്കിൽ C, ആ രീതിയിൽ കൊടുക്കും. R എന്ന് പറയുന്നിടത്തൊക്കെ രജിസ്റ്ററുകളാണ് വരിക, ജനറൽ പർപ്പസ് രജിസ്റ്റേഴ്സ് ആയിരിക്കും വരിക. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി ലോജിക്കൽ ഓപ്പറേഷൻ. ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം ആൻഡ്, ഓർ, XOR, നോട്ട്, ഇത്തരത്തിലുള്ള ഓപ്പറേഷൻസിനെയാണ് നമ്മൾ ലോജിക്കൽ ഓപ്പറേഷൻസ് എന്ന് പറയാം. ലോജിക്കൽ ഓപ്പറേഷൻസിന് ഇതേപോലെ തന്നെ നേരിട്ടാണ് പ്രോസസ്സിങ് നടക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് രജിസ്റ്റർ കൊടുക്കാം. ANA എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻഡ് ചെയ്യലാണ്, ലോജിക്കൽ ആൻഡ് ആണ്. ANA R എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ ആറിന് പകരം ഒരു രജിസ്റ്ററാണ് കൊടുക്കുക. BCDEHL ഏത് വേണമെങ്കിൽ കൊടുക്കാം. ANA B എന്നാണ് കൊടുത്തതെന്ന് വെച്ചോ, എക്സാമ്പിളായിട്ട് ANA B എന്നാണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ B എന്ന് പറയുന്ന രജിസ്റ്ററും A എന്ന് പറയുന്ന രജിസ്റ്ററും കൂടി ആൻഡ് ചെയ്തിട്ട് റിസൾട്ട് അക്യുമുലേറ്ററിൽ സ്റ്റോർ ചെയ്യും. അതേപോലെ തന്നെ ഇതേ പ്രോസസ്സ് ഡാറ്റ ഡയറക്റ്റ് ആയിട്ടാണ് കൊടുക്കുന്നത്. ഇവിടെ രജിസ്റ്ററിലാണ്, മെമ്മറിയിൽ നിന്നാണ് കൊടുക്കുന്നത്. പ്രോസസ്സറിൻ്റെ ഉള്ളിലെ മെമ്മറിയാണ്, അതുകൊണ്ട് തന്നെ ഇത് സൈസ് കുറഞ്ഞ ഇൻസ്ട്രക്ഷനാണ്. പക്ഷേ ഡാറ്റ മെമ്മറിയിൽ നിന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഡാറ്റ മെമ്മറിയിൽ നിന്നല്ല ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കണമെന്നുണ്ടെങ്കിൽ ANI ഇമ്മീഡിയറ്റ് ഡാറ്റയാണ് കൊടുക്കുന്നത്. ANI 8 ബിറ്റ് ഡാറ്റ. അപ്പോൾ ANI 45 എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഡാറ്റ പ്രോസസ്സ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് അക്യുമുലേറ്റർ ആയിട്ട് എടുക്കും. അക്യുമുലേറ്ററിലുള്ള ഇപ്പോൾ ഉള്ള ഡാറ്റ ആൻഡ് ചെയ്യും, അത് നമ്മൾ കൊടുക്കുന്ന ഡാറ്റയായിട്ട് ആൻഡ് ചെയ്യും. ഓക്കെ, I എന്ന് പറഞ്ഞു വന്നു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾ ശ്രദ്ധിക്കുക, ഇമ്മീഡിയറ്റ് ആയിട്ടാണ് ഡാറ്റ അവിടെ ഓഫർ ചെയ്യണത്.
അത് മെമ്മറികളൊന്നും ആവശ്യമില്ല, നേരിട്ട് ഓഫർ ചെയ്യാണ്. ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിയിരുന്നു. മെമ്മറി ആദ്യത്തെ MVI എന്ന് കൊടുത്തിട്ടുള്ളത് നമ്മൾ പറഞ്ഞപ്പോൾ ഒന്ന് തെറ്റിയിരുന്നു. MVI എന്ന് പറയുന്നത് MVI R,8 ബിറ്റ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ R എന്ന് രജിസ്റ്ററും 8 ബിറ്റ് എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ് ഡാറ്റയാണ്. അവിടെ എപ്പോഴും ഞാൻ മെമ്മറി എന്ന് പറഞ്ഞതായിട്ട് എനിക്കൊരു സംശയമുണ്ട്. മെമ്മറി അല്ല, I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡാറ്റയാണ് വന്നിട്ടുള്ളത്. ഞാൻ പെട്ടെന്ന് പറഞ്ഞു പോയപ്പോൾ തെറ്റിയിട്ടുള്ളതാണ്, ഒന്ന് കറക്റ്റ് ചെയ്ത് വെക്കുക. എവിടെയെങ്കിലും അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ I എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ഡാറ്റയ്ക്കാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഓക്കെ, അടുത്തത് OR ഓപ്പറേഷനാണ് നടത്തുന്നുണ്ടെങ്കിൽ ഇതേപോലെ തന്നെ ORA എന്ന് പറയും. ORAയ്ക്ക് പകരം സ്പേസ് ഇട്ട് ഏതെങ്കിലും രജിസ്റ്റർ കൊടുക്കും. ORA R എന്നാണ് കൊടുത്തതെന്ന് വെച്ചാൽ ഏത് രജിസ്റ്റേഴ്സും വേണമെങ്കിൽ ഉപയോഗിക്കാം. ORI ഇവിടെ നമ്പറാണ് കൊടുക്കുന്നത്, ഇമ്മീഡിയറ്റ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമ്മീഡിയറ്റ് OR ഓപ്പറേഷൻ നടത്തും. അതേപോലെ തന്നെ എക്സ്ക്ലൂസീവ് OR ഓപ്പറേഷനാണ് നടത്തണമെന്നുണ്ടെങ്കിൽ XRA R എന്ന് വിളിക്കും. എക്സ്ക്ലൂസീവ് OR ഇമ്മീഡിയറ്റ് ആയിട്ട് നടത്തണമെന്നുണ്ടെങ്കിൽ XRI ഡാറ്റ കൊടുക്കും. ഇനി നോട്ട് ഓപ്പറേഷനാണ് നടത്തണമെന്നുണ്ടെങ്കിൽ CMA കോംപ്ലിമെൻറ്റ് ചെയ്യണത് അക്യുമുലേറ്ററിന് മാത്രമേ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് വേറെ പ്രത്യേകിച്ച് രജിസ്റ്ററിൻ്റെ കാര്യം കൊടുക്കേണ്ട. CMA എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അക്യുമുലേറ്ററിലുള്ള ഡാറ്റ കോംപ്ലിമെൻറ്റ് ചെയ്യും, അതായത് നോട്ട് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി ബ്രാഞ്ച് ഓപ്പറേഷൻസ്. ബ്രാഞ്ച് ഓപ്പറേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ഥലത്ത് നിന്ന് കൺട്രോൾ വേറെ സ്ഥലത്തേക്ക് മാറ്റാൻ നമ്മൾ സാധാരണ പ്രോഗ്രാം എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ സ്റ്റെപ്പ്, മൂന്നാമത്തെ സ്റ്റെപ്പ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. ഒരു 50 ലൈനുള്ള സ്റ്റെപ്പാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ രീതിയിൽ പ്രോഗ്രാം ആണെന്നുണ്ടെങ്കിൽ ഓരോ ലൈൻ ബൈ ലൈനാണ് ചെയ്യുക. ഇനി ചില സമയത്ത് നമുക്ക് രണ്ടാമത്തെ സ്റ്റെപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അഞ്ചാമത്തെ സ്റ്റെപ്പിൽ പോകേണ്ടി വരും. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ നിന്ന് ചിലപ്പോൾ തിരിച്ച് മൂന്നാമത്തെ സ്റ്റെപ്പിലേക്ക് തിരിച്ചു വരേണ്ടി വരും. അങ്ങനെയൊക്കെ പ്രോഗ്രാമിൻ്റെ കൺട്രോൾ മാറ്റി മാറ്റി കളിക്കേണ്ടി വരും. അപ്പോൾ അത്തരത്തിലുള്ള സിറ്റുവേഷൻസിൽ ഉപയോഗിക്കുന്ന കോഡുകളെയാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് പറയുക. ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് ബ്രാഞ്ച് ചെയ്യിക്കാം, അവിടേക്ക് കണക്ട് ചെയ്യിപ്പിക്കാം. അത് രണ്ട് തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഒന്ന് അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസും ഒന്ന് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനും. അൺകണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ആ കൊടുത്തിട്ടുള്ള വാക്ക് വന്നു കഴിഞ്ഞാൽ, ആ ഇൻസ്ട്രക്ഷൻ വന്നു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അത് എവിടെയാണ് അഡ്രസ്സ് പറഞ്ഞു വെച്ചാൽ അവിടേക്ക് പോകും. ഇപ്പോൾ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ ആദ്യം കൊടുത്തിട്ടുള്ളത് JMP, ഇവിടെ ഒരു അഡ്രസ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ അഡ്രസ്സ് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പർട്ടിക്കുലർ ലൈനിൽ 4ാമത്തെ ലൈനിലാണ് ഇത് കൊടുത്തു വെച്ച് കഴിഞ്ഞാൽ 4ാമത്തെ ലൈൻ എത്തിക്കഴിഞ്ഞാൽ എന്ത് വന്നാലും കുഴപ്പമില്ല, അത് അവിടെ നിന്ന് ജമ്പ് ചെയ്ത് പർട്ടിക്കുലർ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുള്ള അഡ്രസ്സിലേക്ക് പോകും. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ JMP 2000 എന്നാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 4ാമത്തെ ലൈൻ എത്തിക്കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി 2000 എന്ന് പറയുന്ന ഒരു ലൊക്കേഷനിലേക്ക് പോകും. ഏതാണ് അഡ്രസ് കൊടുത്തിട്ടുള്ളത് വെച്ച് കഴിഞ്ഞാൽ ആ അഡ്രസ്സിലേക്ക് പോകും. ഇനി കണ്ടീഷണൽ ജമ്പുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് വ്യത്യാസമുണ്ട്. നമ്മൾ പറയുന്ന കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നത് ഫ്ലാഗ് രജിസ്റ്ററിൻ്റെ ഉള്ളിലുള്ള കണ്ടൻസ് ആണ്. ക്യാരി, സീറോ, സൈൻ, പാരിറ്റി. ഈ രജിസ്റ്റേഴ്സാണ് ഉപയോഗിക്കുക. ഓക്സിലറി ക്യാരി ഉപയോഗിക്കില്ല. ക്യാരി, സീറോ, സൈൻ ഫ്ലാഗ്, പാരിറ്റി എന്ന് പറയുന്ന 4 കണ്ടീഷണൽ ഫ്ലാഗ്സ് ഉപയോഗിച്ചിട്ടാണ് അത് ലൂപ്പ് ചെയ്യുക. അതായത് ഇപ്പോൾ ജമ്പ് ക്യാരി, നമുക്ക് 4ാമത്തെ സ്റ്റെപ്പിൽ ജമ്പ് ക്യാരി JC ഓഫ് 2000 എന്ന് കൊടുത്തു എന്ന് വിചാരിക്കാം. അതായത് തൊട്ട് മുന്നത്തെ സ്റ്റെപ്പിൽ ക്യാരി വന്നിട്ടുണ്ടെങ്കിൽ മാത്രമേ 2000 എന്ന് പറയുന്ന ലൊക്കേഷനിലേക്ക് ജമ്പ് ചെയ്യുള്ളൂ. അതാണ് അതിൻ്റെ മീനിങ്. അല്ല JNC എന്നാണെന്നുണ്ടെങ്കിൽ ജമ്പ് ഇഫ് നോ ക്യാരി. അതായത് ഇപ്പോൾ ഇത് ഈ JNC 2000 എന്ന് പറയുന്നത് 4ാമത്തെ ലൊക്കേഷനിലാണ് കൊടുക്കണമെന്നുണ്ടെങ്കിൽ 3ാമത്തെ സ്റ്റെപ്പിൽ ക്യാരി വന്നിട്ടില്ലെങ്കിൽ മാത്രമേ ഇത് ജമ്പ് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ JZ ജമ്പ് ഇഫ് 0, അതായത് 3ാമത്തെ സ്റ്റെപ്പിൽ ഓപ്പറേറ്റ് ചെയ്തപ്പോൾ 0 വന്നിട്ടുണ്ടെങ്കിൽ ജമ്പ് ചെയ്ത് പോവും. JNZ എന്നാണെന്നുണ്ടെങ്കിൽ 3ാമത്തെ സ്റ്റെപ്പിലെ റിസൾട്ട് 0 അല്ല എന്നുണ്ടെങ്കിൽ ജമ്പ് ചെയ്യും. അതേപോലെ തന്നെ ജമ്പ് പ്ലസ് പോസിറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ അത് D0 എന്ന് പറഞ്ഞാൽ 0, സൈൻ ഫ്ലാഗ് 0 ആണെന്നുണ്ടെങ്കിൽ അത് എടുക്കും. JM എന്ന് വെച്ച് കഴിഞ്ഞാൽ ജമ്പ് മൈനസ് നെഗറ്റീവ് നമ്പർ ആണെന്നുണ്ടെങ്കിൽ, നെഗറ്റീവ് നമ്പർ ഇൻഡിക്കേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞാൽ MSB ബിറ്റ് 1 ആണെങ്കിലാണ്. അത് D7 എന്ന് പറയുന്ന ബിറ്റ് 1 ആണെന്നുണ്ടെങ്കിൽ സൈൻ ഫ്ലാഗ് ഓട്ടോമാറ്റിക്കലി സെറ്റ് ആവും. അപ്പോൾ അത്തരത്തിലുള്ള കണ്ടീഷൻസിൽ ചെക്ക് ചെയ്യുന്നതാണിത്. അടുത്തത് ജമ്പ് ഓൺ ഈവൺ പാരിറ്റി. അതായത് പാരിറ്റി ബിറ്റ് സെറ്റ് ആയിട്ടുണ്ടെങ്കിൽ ഇത് ജമ്പ് ചെയ്യും. അല്ലെങ്കിൽ ഓഡ് പാരിറ്റി ആണെന്നുണ്ടെങ്കിൽ പാരിറ്റി ബിറ്റ് ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ അത് സെറ്റ് ചെയ്യും. അപ്പോൾ ഇത്തരത്തിലുള്ള കണ്ടീഷൻ വെച്ചിട്ട് ജമ്പ് ചെയ്യുന്ന ചില ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിനെയാണ് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻസ് എന്ന് വിളിക്കുക. നെക്സ്റ്റ് കാറ്റഗറി മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻസ്. മെഷീൻ കൺട്രോൾ ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ വാലും തലയൊന്നും ഉണ്ടാവില്ല. ഈ ഒരു വാക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ മെഷീനെ അറിയാം എന്താ ചെയ്യേണ്ടതെന്നുള്ളത്. EI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻട്രപ്റ്റ് എനേബിൾ ആണ്. DI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിസേബിൾ ഇൻട്രപ്റ്റ് ആണ്. NOP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോ ഓപ്പറേഷൻ ആണ്. ഹോൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹോൾട്ട് പ്രോസസ്സറിനെ വെറുതെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യിപ്പിക്കലാണ്. SIM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സെറ്റ് ഇൻട്രപ്റ്റ് മാസ്ക് രജിസ്റ്റർ. അതായത് ചില ഇൻട്രപ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ ഹൈഡ് ചെയ്ത് വെക്കാം. അപ്പോൾ അതിന് ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റുന്നതാണ്. അതേപോലെ തന്നെ റീഡ് ഇൻട്രപ്റ്റ് മാസ്ക്, ഹൈഡ് ചെയ്ത് വെച്ച ഇൻട്രപ്റ്റിനെ റീഡ് ചെയ്ത് വെക്കണം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ മെഷീൻ ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. ഇതിൻ്റെ ഈ വാക്ക് ഇതേപോലെ ഉപയോഗിച്ചാൽ മതി.
അപ്പോൾ അങ്ങനെയാണ് നമുക്ക് 5 കാറ്റഗറി നമുക്ക് വരുന്നത്, 5 കാറ്റഗറി ആയിട്ട് നമുക്ക് ഇൻസ്ട്രക്ഷൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അത്രയാണ് നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനുള്ള. ഡീറ്റെയിൽ ആയിട്ടുള്ള ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക് യു.